Dear students, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗോസ് തിയറം. ഗോസ് തിയറം. ഗോസ് തിയറം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ സംഭവം പറയാണ്. വാട്ട് ഈസ് എ ഗോസിയൻ സർഫസ്? വാട്ട് ഈസ് എ ഗോസിയൻ സർഫസ്? കാരണം ഇനി ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിലൊക്കെ വരുന്ന ഒരു ടേമാണ് ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. ഗോസിയൻ സർഫസ് ഈസ് ആൻ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ്. ഈസ് ആൻ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് drawn around a charge or a charge distribution. Any shape ആവാം. ഷേപ്പിൽ പ്രത്യേകിച്ച് കാര്യമില്ല. ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് which is drawn around a charge or a charge distribution. അതിനാണ് പറയുന്നത് ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോസിയൻ സർഫസ് എന്നുള്ള ടേം നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും അത് മനസ്സിലാക്കി. ഈ ഗോസ് തിയറം. ഗോസ് തിയറം ഫ്ലക്സ് കാൽക്കുലേഷൻ ആണ്. അതായത് നമ്മൾ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? Total number of electric lines of force passing normally through a surface. Gauss theorem ഒരു ഫ്ലക്സ് കാൽക്കുലേഷൻ ആണ്. എന്താണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ the total electric flux through any closed surface in free space is equal to 1 by epsilon 0 times the net charge enclosed by the surface. Total electric flux. ഫ്ലക്സിനെയാണ് നമ്മൾ phi എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഗോസ് തിയറം നമുക്ക് തരുന്നത്. ക്ലോസ്ഡ് സർഫസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്റഗ്രലിന്റെ മുകളിലായിട്ട് റൗണ്ട് കാണിക്കുന്നത്. ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ എന്നാണ് ശരിക്കും. ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ. ഒരു സർഫസിലാണ് ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത്. ക്ലോസ്ഡ് സർഫസ്. So Gauss theorem states that the total electric flux through any closed surface in free space is equal to 1 by epsilon 0 times the net charge enclosed by the surface. That is Q by epsilon 0. ഇങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസ് തിയറം എന്ന് പറയുന്നത്. phi equal to integral E dot ds equal to Q by epsilon 0. So Gauss theorem states that the total electric flux through any closed surface in free space is equal to 1 by epsilon 0 times the net charge enclosed by the surface. പിന്നെ ഒരു മീഡിയത്തിലാണെങ്കിൽ നമ്മൾ കൂളംസ് ലോ പറഞ്ഞപ്പോൾ 1/4πε0 ഫ്രീ സ്പേസിൽ എഴുതി. പിന്നെ ഒരു മീഡിയത്തിലാണെങ്കിൽ 1/4πε എഴുതി. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രീ സ്പേസിലായതുകൊണ്ട് Q/ε0. ഇൻ എ മീഡിയം ഇറ്റ് ഈസ് Q/ε. അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ടേമിലാണെങ്കിൽ ε0 ആണ്. മീഡിയം വരുമ്പോഴാണ് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്. എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണെങ്കിൽ എന്താ എഴുതുന്നത്? Q/ε0 ആണ്. ഇനി തിയറത്തിന്റെ പ്രൂഫ്. Gauss theorem prove ചെയ്യാണ്. For that we consider a point charge Q which is placed at the point O. Now P is a point at a distance R
from O. P is a point at a distance R from O. Now imagine a closed spherical Gaussian surface passing through the point P. We imagine a closed spherical Gaussian surface passing through the point P. The surface in the radius R, center O. So P is a point on this closed surface at a distance R from the point charge Q. So what is the electric field at the point P due to the point charge Q? നമ്മൾ electric field due to a point charge expression പഠിച്ചാണ്. എന്താണ്? 1/4πε0 Q by R square. Therefore, field at P due to the point charge Q is 1/4πε0 Q by R square. That is electric field magnitude. What about the direction? Direction is along OP. That is electric field direction. Positive charge I consider. So outward positive charge. Therefore, that is electric field acting in the direction. The surface ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. That is 1/4πε0 Q by R square. Q constant, R constant. Therefore, this field is acting along OP. ഇനി we consider a small area ds around the point P. ds എന്ന് പറഞ്ഞ ഏരിയ കൺസിഡർ ചെയ്യണം. നമ്മൾ ഏരിയനെ വെക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് നോർമലാണ്. ഈ സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ് അല്ലേ? സ്ഫെറിക്കൽ സർഫസ് ആണ്. ഏരിയ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയന്റെ ഡയറക്ഷനും ഇത് ഡി എസ് എന്ന് പറഞ്ഞ വെക്ടർ ഈ ഡയറക്ഷൻ. അപ്പം ഇയും ഡി എസും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. പി എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയയിലുള്ള ഫ്ലക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റയർ സർഫസിലുള്ള ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ദ ഫ്ലക്സ് ത്രൂ ഡി എസ്. ദ ഫ്ലക്സ് ത്രൂ ഡി എസ് അങ്ങനെയാണ് നമ്മൾ ഡി ഫൈ. ദാറ്റ് ഈസ് ഇ ഡോട്ട് ഡി എസ് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് തീറ്റ. ഇവിടെ ഇയും ഡി എസും പാരലാണ്. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആവും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. therefore ഇ ഡോട്ട് ഡി എസ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഇ ഡി എസ് ആയിട്ട് മാറും. ഡി ഫൈ ഈക്വൽ ടു ഇ ഡി എസ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സ്മോൾ ഏരിയ ഡി എസ്. ഡി ഫൈ ഈക്വൽ ടു ഇ ഡി എസ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഫ്ലക്സ് ത്രൂ ദ എൻ്റയർ സർഫസ്. എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡി എസ്. ടോട്ടൽ ഫ്ലക്സ് കാണാൻ ചെറിയ ഏരിയൻ്റെ ഫ്ലക്സ് കണ്ടു, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡി എസ്. ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 Q by R square. Therefore, phi equal to integral 1/4πε0 Q by R square. Then ds.
ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസിനെ പുറത്തേക്ക് എടുക്കാം. എന്തൊക്കെയാണ് കോൺസ്റ്റൻസ്? ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 r സ്ക്വയർ. ബാക്കി ഇൻ്റഗ്രൽ ഡി എസ്. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് ദിസ് ഗോസിയൻ സർഫസ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ 4πr square. 4πr square. Therefore, the flux through the closed surface is phi equal to q by 4πε0 r square into 4πr square. 4πr സ്ക്വയറും 4πr സ്ക്വയറും ക്യാൻസൽ ചെയ്ത ബാക്കിയുള്ളത് phi ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. ഇതാണെന്ത്? ഗോസ് തിയറം. ദാറ്റ് ഈസ് ഫ്ലക്സ് ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. ദാറ്റ് ഈസ് ദ പ്രൂഫ്. So we have proved Gauss theorem, which is the total electric flux through any closed surface in free space is equal to 1 by epsilon 0 times the net charge enclosed by the surface. First application, electric field due to an infinite long straight wire. Now first application, we have to find out the expression for electric field due to an infinitely long straight wire. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബൈ അപ്ലൈയിങ് ഗോസ് തിയറം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് we imagine Gaussian surface, then we find the flux through the Gaussian surface, and then we apply Gauss theorem. So a linear wire, infinitely long straight wire having uniform charge density lambda. നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ. എക്സ് വൈ എന്ന പേരുള്ളൂ. എക്സ് വൈ യൂണിഫോംലി ചാർജ് പോസിറ്റീവ് ചാർജ് കൺസിഡർ. കാണുന്നത് എന്താ? ഈ വയറ് കാരണം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള എക്സ്പ്രഷനാണ് കാണുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് ഫീൽഡ് at a point P, that is at a distance r from this wire. We have to find out the expression for the electric field at the point P due to this wire. For that, we imagine or we draw a Gaussian surface. ഇവിടെ Gaussian surface a linear wire ആണ്. Gaussian surface ന്റെ ഷേപ്പ് എന്തായിരിക്കും? cylindrical Gaussian surface. Cylindrical Gaussian surface. So we draw a cylindrical Gaussian surface having length L
passing through the point P. അപ്പോൾ ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? We have to find out the flux through this Gaussian surface. Closed Gaussian surface. ഇവിടെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആയതുകൊണ്ട് തന്നെ രണ്ട് തരം സർഫസ് ഉണ്ട്. ഒരു കേർവ്ഡ് സർഫസും ഉണ്ട്, രണ്ട് ഫ്ലാറ്റ് സർഫസുകളും. അപ്പോൾ ഈ ടോട്ടൽ ഗോസിയൻ സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലക്സിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒന്ന് ഫ്ലക്സ് ത്രൂ ദി കേർവ്ഡ് സർഫസും രണ്ട് ഫ്ലക്സ് ത്രൂ ദ ഫ്ലാറ്റ് സർഫസസ്. അങ്ങനെ രണ്ട് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ആഡ് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് കേർവ്ഡ് സർഫസിലുള്ള ഫ്ലക്സ് കാണാം. അതിന് പി എന്ന പോയിന്റിൽ ഒരു സ്മോൾ ഏരിയ ds കൺസിഡർ. ds ഇവിടെ അത് പോസിറ്റീവ് ചാർജാണ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ. ഇനി ഏരിയ ds ഔട്ട്വേർഡ് നോർമൽ, അതും സെയിം ഡയറക്ഷനിൽ നിന്ന് ആക്ട് ചെയ്യണം. പിയും ഡിഎസും ഒരേ ഡയറക്ഷനിലാണ്, അതായത് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. നമ്മുടെ ഈ ഫ്ലക്സ് ത്രൂ ദ കേർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്തുവരും? ഫ്ലക്സ് ത്രൂ ദ കേർവ്ഡ് സർഫസ് φ1 equal to integral E dot ds. തീറ്റ 0 ആണ്, therefore E dot ds എന്ന് പറഞ്ഞാൽ integral E ds. ഈ കേർവ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ കേർവ്ഡ് സർഫസിലെ എല്ലാ പോയിന്റുകളും ഈ വയറിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കേർവ്ഡ് സർഫസിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഈ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ E ഇൻറ്റു ഇൻ്റഗ്രൽ ds. കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2πr. അപ്പോൾ E ഇൻറ്റു 2πr. ഇതാണ് ഫ്ലക്സ് ത്രൂ ദി കേർവ്ഡ് സർഫസ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് φ1 ഈക്വൽ ടു E ഡോട്ട് ds. E എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്, ds ഔട്ട്വേർഡ് നോർമൽ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ds ആക്ട് ചെയ്യുന്നത്. തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ E ഡോട്ട് ds പറഞ്ഞാൽ E ds എഴുതി. എല്ലാ പോയിന്റിലും E ഹാസ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്, therefore E is constant taken outside the integral, therefore E into integral ds. Curved surface in the area എന്ന് പറഞ്ഞാൽ 2πr, therefore E into 2πr. ഇതാണ് ഫ്ലക്സ് ത്രൂ ദി കേർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ത്രൂ ദി കേർവ്ഡ് സർഫസ്. ഇനി അതേപോലെ തന്നെ എന്തുണ്ട്? രണ്ട് എൻ ഫേസുകൾ. ഇനി ഇവിടെയോ ഇവിടെയോ ആണ് നമ്മളുടെ പോയിന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ds എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് നോർമലാണ്. ഔട്ട്വേർഡ് നോർമൽ സിലിണ്ടർ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേലോട്ടാണ് ds. അതാണ് ds. അപ്പോൾ E ആൻഡ് ds തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് എന്ത് വരും? ഫ്ലക്സ് ത്രൂ ദ എൻ ഫേസസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ E ഡോട്ട് ds എന്നാൽ ഇൻ്റഗ്രൽ E ds cos 90 ആണ്. cos 90 is 0. Therefore flux through the n phases is equal to 0. അതേപോലെ തന്നെയാണ് ഇവിടെ വരിക. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ വരും, ds ഇങ്ങോട്ടും വരും, ds E. ഇവിടെ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അപ്പോൾ രണ്ട് എൻ ഫേസിലെയും ഫ്ലക്സ് 0 ആയിട്ട് പോകും. പിന്നെ കേർവ്ഡ് സർഫസിലുള്ള ഫ്ലക്സ് ആണ് E ഇൻറ്റു 2πr എന്ന് പറയുന്നത്.
നമ്മൾ Gaussian surface കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് എ സിലിണ്ടറിക്കൽ Gaussian surface. ദെൻ നമ്മൾ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഫ്ലക്സ് ഈസ് ഓൺലി ത്രൂ ദി കർവ്ഡ് സർഫസ് ആൻഡ് നോ ഫ്ലക്സ് ത്രൂ ദ എൻ ഫേസസ് ആൻഡ് therefore the total flux through the Gaussian surface is E into 2 pi r. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? Gauss theorem അപ്ലൈ ചെയ്യുക. സോ അപ്ലൈയിങ് Gauss theorem എന്താട്ടോ? Gauss theorem എന്താണ്? Gauss theorem അപ്ലൈ ചെയ്താൽ എന്താണ് Gauss theorem? Phi equal to 1 by epsilon 0 q. Phi എന്താണ് വരുന്നത്? E into 2 pi r. E into 2 pi r equal to 1 by epsilon 0 q. Lambda equal to q by n, therefore q equal to lambda l. Therefore q equal to lambda l. അത് ചെയ്യാൻ പറ്റും. ഈ രണ്ട് എല്ലാം ക്യാൻസൽ ചെയ്യാം. ബാക്കി E equal to 1 by 2 pi epsilon 0 lambda by r1 equal to 1 by 2 pi epsilon 0 lambda by r. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കോൺസ്റ്റന്റ് ആണ് 1 by 4 pi epsilon 0. ആ ടേമിലേക്ക് ഇവിടെ മാറ്റുകയാണെങ്കിൽ എന്ത് എഴുതാം? E equal to 1 by 4 pi epsilon 0 എഴുതാണെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 lambda by r ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് linear wire at a distance r from it is given by E equal to 1 by 4 pi epsilon 0 2 lambda by r. ഇതിനെ വെക്റ്റർ ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എന്തെഴുതാം? E equal to 1 by 4 pi epsilon 0 2 lambda by r into r cap എന്നാണ് വെക്റ്റർ ഫോമിൽ എഴുതുന്ന എക്സ്പ്രഷൻ. ഇനി വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് r. നമുക്ക് എക്സ്പ്രഷൻ ഇപ്പോൾ കിട്ടിയല്ലോ. എന്താണ്? E equal to 1 by 4 pi epsilon 0 2 lambda by r. അവിടെ നമുക്ക് കിട്ടും E is inversely proportional to r. അതായത് ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു. ഇതിനടുത്തേക്ക് വരുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നു. അത് ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് പോയിട്ട് വരിക. ഈ പ്രൊപ്പോർഷണൽ ടു 1 by r. ഇത് r, ഇവിടേക്ക് e. രണ്ട് സൈഡിലേക്കും കൂടെ അറിയണമെങ്കിൽ ഇങ്ങനെ. സോ ഈ പ്രൊപ്പോർഷണൽ ടു 1 by r. വയറിൻ്റെ സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുക. ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ ഇത്, ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ ഇത്. സോ E equal to 1 by 4 pi epsilon 0 2 lambda by r.